ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ലോ മോഷൻ ഗെയിമാണ്. മെല്ലെ മെല്ലെ പോകുന്ന ഗെയിം. അതായത് ഈ ഗെയിം എന്ന് പറയുമ്പോൾ സ്ലോമോ റൺ എന്നാണ് പേര്. അപ്പം ഈ സ്ലോമോ റണ്ണ് ഗെയിം ഞാൻ കളിച്ച സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൈ എടുത്ത് ഇങ്ങോട്ട് വെക്കാം, കാലെടുത്ത് അങ്ങോട്ട് വെക്കാം, ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, അങ്ങനെ ഓരോരു സ്ഥലത്ത് ചാടി പോകണം. ഒരുത്തിന് ഇടിക്കണമെങ്കിൽ നമ്മൾ കാലെടുത്തിട്ട് അടിക്കണം, അവനെ അങ്ങനെ വലിച്ചിട്ട് അടിക്കണം, അവൻ്റെ കാല് പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് അടിക്കണം, കൈ പിടിച്ചിട്ട് വലിച്ചിട്ടടിക്കണം, ഉടലാകെ പറക്കി ഇങ്ങനെ ഒറ്റ ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് പോകും. അപ്പം ഇങ്ങനത്തെ ഒരു ഗെയിമാണ് സ്ലോമോ റണ്ണ്. അപ്പം ഞാൻ ഗെയിം കാണിച്ചു തരാം. ഇതെന്ന് പറയുമ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ആക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കളി കഴിഞ്ഞ് പരസ്യോടി, 2 കളി കഴിഞ്ഞ് പരസ്യോടി, 3 കളി കഴിഞ്ഞ് പരസ്യോടി, 4 കളി. ഈ പരസ്യം എന്ന് പറയുമ്പോൾ 30 സെക്കൻഡ് സംതിങ് റേഞ്ചിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഈ പരസ്യം കണ്ട് 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 ഈ സൗണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും. അവർ സൗണ്ട് ഓഫ് ആക്കും, കോള് ആക്കും, ഇതെന്നെ പണി. അപ്പോൾ ഈ ഗെയിം നിങ്ങൾക്ക് വേണ്ടവർ പ്ലേ സ്റ്റോറിൽ പോയി വേഗം ഡൗൺലോഡ് ആക്കിക്കോ. അല്ലാത്തവർക്ക് ഞാൻ വേറൊന്ന് തരാം. ഞാൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം ഉണ്ടാവില്ല. പരസ്യം ഇല്ലാണ്ട് നമുക്ക് പരസ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഞെക്കി കഴിഞ്ഞാൽ പരസ്യം വരില്ല. ഈ പരസ്യം ഞെക്കേണ്ട ഓപ്ഷൻ ഉണ്ട്, ഞെക്കി കഴിഞ്ഞാൽ പരസ്യം വരില്ല, അല്ലാണ്ട് ഈ പരസ്യം വരില്ല. അപ്പം അങ്ങനെ നമുക്ക് കളിച്ച് പോകാൻ പറ്റും. പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ഫോണിൻ്റെ എന്തെങ്കിലും കാര്യം ഈ പരസ്യം വന്നു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ തരുന്നതിൽ പരസ്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഗെയിം കളി നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇത് കാണുന്നതാണ് സ്ലോമോ. അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പം ഞാൻ പകുതി കളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫൈറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലെടുത്തിട്ട് അടിക്കുക. അപ്പം ഓൻ്റെ അടി കൊണ്ട് ചാവും. അപ്പോൾ നമ്മൾ ഓനെ ചവിട്ടിയിട്ട് തല്ലിയിട്ട് തന്നെ കൊല്ലണം. ഓക്കെ, അപ്പോൾ ആദ്യം നെഞ്ചത്ത് ചവിട്ടി വീശുന്നതിന് മുമ്പ് അടുത്ത ചവിട്ടി ചവിട്ടുക. അപ്പം അങ്ങനെ ജയിക്കാൻ പറ്റും. കളിച്ച് ഓരോരോ കളി. ആ കൈയിൻ്റെ വട്ടം കാണിക്കുന്ന സമയത്ത് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് അടിക്കണം. നമുക്കത് എടുത്തിട്ട് വേണമെങ്കിൽ തലേൻ്റെ മേലേക്കോ കാലിൻ്റെ മേലേക്കോ എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അങ്ങനെ ഓനെ ടേക്ക് ഇറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടേക്ക് ഇറ്റ് ആവില്ല, പരസ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പരസ്യമില്ലാത്തതുകൊണ്ട് ചില ഗെയിമിൽ ലാസ്റ്റ് ടേക്ക് ഇറ്റും അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും, അതെടുക്കാൻ പറ്റില്ല. കണ്ട, ആഡ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം ആഡ്സ് ഇല്ല എന്ന് പറയും, പിന്നെ ആഡ്സ് കിട്ടുന്ന ഒരു ഉദ്ദേശം. പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞാൽ ആഡ്സേ വരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കളിക്കുന്നവർ കളിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റേതെടുക്കാം. വേണ്ട, ഇങ്ങനെ ഓരോരോ കളി പെട്ടെന്ന് ചടപടയെന്ന് തീർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ കാലെടുത്ത് ഇങ്ങോട്ട് വെച്ച് ഈ കാലെടുത്ത് റെഡി. എന്ത് രസമല്ലേ. പിന്നെ നമ്മിങ്ങനെ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാലേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളടിക്കും. ഇതെല്ലാം പിടിച്ച് വലിച്ച് അപ്പുറത്തേക്ക് ഇടണം. കണ്ടാ, കുറേ പൈസ തട്ടി വെള്ളത്തിലിട്ടു. കണ്ട, ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരസ്യം ഓടേണ്ടതാണ്. കാരണം ഓരോരു ഗെയിം കഴിഞ്ഞിട്ട് അവർ നേരെ പരസ്യം ഇടും. അതിന് തട്ടാൻ പാടില്ല, അത് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ചാടാൻ പാടുള്ളൂ. സാധാരണ ഇവർ ഓരോരു ഗെയിം കഴിഞ്ഞാൽ പരസ്യം തരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധനം എടുത്തത്. അവിടെ നിന്ന് ചാടിക്കോ, ഒരു കാലെടുത്ത് വെച്ച് ഇവൻ്റെ റബ്ബർ ബാൻഡാണ്, വലിച്ച് എറിയുന്ന പോലെയാണ്. ഇങ്ങനെ പോലെ പോയി ചത്ത് ആ മുള്ളിനോണ്ട് വലിച്ച് ഓട്ടിക്കാൻ പറ്റും. മറ്റേ ഈ കരാട്ടയും മറ്റേ കുംഫുവും മറ്റേ പഠിച്ചാറില്ലേ ഇപ്പം ഡാൻസ് എല്ലാം പഠിക്കുന്നവരെല്ലാം അതേപോലെ വേണ്ടാർന്നെങ്കിൽ സ്പീഡിലാക്കി. അപ്പം ഇത് സ്കോൾ ഞാൻ മുകളത്തത് കളിച്ച് കഴിഞ്ഞാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് ഭാഗം കളിക്കാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് ഭാഗം കളിക്കണമെങ്കിൽ ആഡ്സ് ഓടണം. ആഡ്സ് ഓടിയാൽ മാത്രമേ ഇതിൻ്റെതെല്ലാം ലാസ്റ്റ് ഭാഗം കളിക്കാൻ. ഒരു പണേ ഇങ്ങനെ ഞാൻ കൊല്ലും. പെണ്ണെന്നെ മുടിയെല്ലാം കണ്ടോണ്ടാണ് ഇവരെന്നെ അടിക്കാൻ വരുന്ന. കത്തിയാ പിള്ളേർ കത്തിയെടുത്ത് കളിക്കുന്നു. എണിച്ചോടാ എനിക്ക് ആടനോട് ചവിട്ടി കൊടുത്തു. ഓക്കെ, ഇനി ഇവൻ എന്തായാലും നല്ല ഇടാം. ഓനൊന്നും ചെയ്യാൻ പറ്റില്ല. കയ്യാ അത് എൻ്റെ വൻ എണീച്ചിട്ട് തലക്കടിച്ച് ഈ ജയിച്ചേ. നോക്കാം, ഇനി എന്താവും നോക്കാം. ഇവരെല്ലാം ഇപ്പം തച്ചിട്ട് ആദ്യം എണീച്ചാ ഓടിയില്ല, പുറത്തേക്കെത്തി. സ്കിൽഡ് മാൻ. ഈ കാലെടുത്ത് വിളിച്ചു, ഈ കാലെടുത്ത് ആടി. ചെക്കൻ ചാവുന്നില്ല. വയറ്റിന് തലക്ക് കൈമുട്ടോണ്ടടിച്ച്
ഇങ്ങനൊന്നും വേണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഓവറായ പോലെ. ഞാൻ ആ കാലും ഇങ്ങനെ വലിച്ചിട്ടു, അതുകൊണ്ട് താഴെ ഒന്നുകൂടി ചാൻസ് കുറേ ഉണ്ട്. എത്ര വരെ കിട്ടുന്ന എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എല്ലാം കുറച്ച് ചാൻസ് കിട്ടും. കാല് വലിച്ച് 2 കഷ്ണമാക്കി. ഇതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത് ഇവിടെ നിന്നാണ്. ഈ ബോസിന് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തേ, പരസ്യം ഓടിയാൽ മാത്രമേ മുമ്പോട്ട് പോകും. ഫൈറ്റ് അവിടെ ഒരു സൈഡിൽ കണ്ട ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പിൽ ഒരു പരസ്യം ഞെക്കുന്ന സമയത്ത് ആഡ്സ് ഇല്ല. അപ്പം നമുക്ക് പരസ്യം ഓടാണ്ട് ഇത് കളിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അവർക്ക് നമ്മൾ അടിക്കാൻ പറ്റില്ല, അതതിലേ പോകും. അപ്പോൾ നോ താങ്ക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് പുറത്ത് ചെയ്യും, അടുത്ത ഗെയിം വരും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇനി ഇവനെ പോയി അടിക്കണം. ഇത് കുറച്ച് രസമാണ്. ഇപ്പം നമ്മിങ്ങനെ കുറച്ച് പ്രാന്തെല്ലാം വന്ന് നിൽക്കുന്നതാണ് കളിക്കുക. ഇത് കൈ മാറ്റണം, ബുള്ളറ്റ് വെടിയൊക്കെ വരുന്നു. കൈ ഇങ്ങോട്ട് മാറ്റി, ബുള്ളറ്റ് അതിലെ സൈഡിലേ പോയി. ഓക്കെ, മറ്റൊന്നോട് ഇരുന്നാൽ തോന്നുന്നു. അപ്പം പരമാവധി പവറിൽ ഒറ്റടിക്കത്ത്. അപ്പം ഇങ്ങനെയുള്ള ഗെയിമാണ്. കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഇരുന്ന് കളിച്ചോ. കുറച്ച് രസമാണ് കളിക്കാൻ. പിന്നെ അവസാനം ഇവൻ്റെ കാലും കൈയും പിടിച്ചിട്ട് ഇവനെ കൊല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട. അവനെ കൊല്ലാൻ പറ്റില്ല, അവനൊരു ബബ്ലിക്കത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യനാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ കളിച്ചു നോക്കും. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ കുറേ ടൈം പോകും. അപ്പം ബാക്കിയിലെല്ലാം നിങ്ങൾ കളിച്ച് സെറ്റാക്കാം. പിന്നെ ഇതിൽ കുറേ സാധനങ്ങളെല്ലാം കിട്ടും. ഇത് കൊടുത്ത് അത് വാങ്ങിക്കാം. ഇത് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൈ കാല് പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് കളിക്കാൻ പറയും. അല്ലാണ്ട് ബാക്കി പൈസ എടുത്തിട്ട് ഓരോന്നാക്കാം. സ്ഥലം വാങ്ങിക്കാലും വീട് വാങ്ങിക്കലും. നമുക്ക് സ്വന്തമായിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഗെയിമിൽ മാത്രം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് കളിച്ചോ. ആഡ്സ് ഇല്ലത് പ്ലേ സ്റ്റോറിലും ആഡ്സ് ഇല്ലാത്തതും എൻ്റെ കയ്യിലും. അപ്പം രണ്ടും കിട്ടിയില്ല, ആഡ് ഇല്ലതും കിട്ടി, ഇല്ലാത്തതും കിട്ടി. അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പോയിട്ട് ഇൻസ്റ്റാൾ ആക്കി കളിച്ചോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.